ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊത്തു പൊറോട്ടയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും കഴിക്കുന്ന ഏകദേശം അതേ രുചിയിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ മിക്കപ്പോഴും കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ പൊറോട്ട അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഇത് നല്ല രുചിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 പൊറോട്ടയാണ്. അപ്പോൾ ഈ 5 പൊറോട്ട നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. 5 പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. ചൂടാക്കുന്നൊന്നുമില്ല, തലേ ദിവസം ബാക്കി വന്ന പൊറോട്ടയാണ്. പക്ഷേ ഞാൻ ചൂടാക്കി എടുക്കുന്നില്ല, കാരണം നമ്മളിത് പിന്നീട് മുട്ടയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റായിട്ട് മാറും. അതുകൊണ്ട് ആദ്യം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. 5 പൊറോട്ടയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയൊന്ന് സോഫ്റ്റായി മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ വരെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇതും കൂടി ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റാം. സവാളയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഇളക്കി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി മാറണം. സോഫ്റ്റായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നവരെ ഇളക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 3 മുട്ട ചേർക്കുന്നതിന് മുന്നേ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4ഓ 5ഓ ഒക്കെ എടുക്കാം. ഞാനിവിടെ 3 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. മുട്ട മുഴുവനും ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് കൂടുതൽ വേവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട അധികം വേവുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട വേവുന്നതിന് മുന്നേ ചേർത്ത് കൊടുത്താൽ പൊറോട്ടയിൽ മുട്ട നന്നായിട്ട് പിടിച്ചിരുന്നോളും. ഞാനിപ്പോൾ 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സവാളയും മല്ലിയിലയും കട്ട് ചെയ്തതും 2-3 ചെറുനാരങ്ങ കഷ്ണങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഇതിൻ്റെ മുകളിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് ഈ സവാളയും മല്ലിയിലയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്